നമ്മളെ നോമ്പർക്കലിന്റെ കുറച്ച് വിശേഷം കണ്ടല്ലോ. നമുക്ക് പോകാനുള്ള നമ്മളെ പടക്കുതിരക്ക് എത്തിയിട്ടാണ് നമ്മൾ പോണ വണ്ടി. ഞങ്ങളെ കുന്തായിപ്പണ്ട വിചാരിക്കും ഞങ്ങൾ പെണ്ണാണാൻ പോകുന്നത്. നോമ്പറക്കാൻ പോവില്ല, പറയാൻ മറന്ന്. നമ്മളെ ചെമ്മാട് സ്റ്റാൻഡിലെ ആംബുലൻസ് ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും കൂടി നടത്തുന്ന ഒരു നോമ്പറാണ് ഇട്ടത്. അവിടെ എത്തിയപ്പോ തന്നെ കണ്ടിനി കാക്കക്കൂട്ട് കല്ലെറിനായിട്ട് രണ്ടെണ്ണം വരുന്നത്. വീഡിയോ എന്താ പതി കല്യാണപ്പേരൊക്കെ തേടി വന്ന മാതിരി വണ്ടികളൊക്കെ നിർത്താം. പച്ചവെള്ളത്ത് പായം പൊരിച്ചായിരിക്കും സെത്താറിന്റെ വരവ്. പ്ലാനിങ് കണ്ടു കഴിഞ്ഞാല് 10 ഏലറ്റ കെട്ടിടാണല്ലോ അവിടെ ഉണ്ടാക്കണേ. കുടിമലും കണ്ടു കഴിഞ്ഞാല് ആൽമരം കെട്ടിയൽച്ചാവും. ആ 2 ഇഞ്ചിന്റെ ഫ്ലെക്സ് കെട്ടിയൽക്കാനും വലിയ പേടാപ്പാട് കിട്ടണം. ഇത് നമ്മളെ സ്വന്തം രാവിലേട്ടനാട്ടാ. പോലീസ് വണ്ടി കണ്ടപാടെ ഫാസിലും കാണി പോയൊക്കെ ഇപ്പം ഫ്ലെക്സിന്റെ ബാക്കിൽ ഒളിച്ചിക്കുക. കണ്ട മെയിൻ ആവണേ കണ്ട ഒരാവശ്യമില്ലാത്ത ഒരിളക്കില്ലാത്ത സാധനം പിടിച്ചു വലിച്ചിളക്കുക. തലച്ചോറ് നായിന്ന പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തുണിക്ക് ഇത് 6 മണിക്കാർ ഷൂട്ട് എന്നപ്പോ നോക്കിയ നിങ്ങള്. ഇതാണ് നമ്മളെ തള്ളുവീരൻ. പെരയില് വെള്ളം കുടിച്ച ഗ്ലാസ് ഒന്നും മാറ്റിയേക്കാത്ത അവിടെ ഒന്നാണ്ട് അടിച്ചിട്ട് അവിടെ ഒന്ന് അതിരിട്ടുണ്ട് വെച്ചപ്പോ മജ്ജത്തും പറ്റിയിട്ട് അതിരിട്ട ആൾക്കാർ നമ്മളെ ചങ്ങായിമാര്. അങ്ങനെ നോമ്പറക്കാനുള്ള സാധനമൊക്കെ എത്തിയിട്ടാ. ഇസാക്ക് സിറാജിനോട് അന്ന് പിടിക്കുക പറഞ്ഞപ്പോ ഓനെ പിടിച്ചിങ്ങാണ്ടുണ്ട് പഴശ്ശിരാജ് മറ്റേ യുദ്ധത്തിന് പോയ മരവും കറക്കി കളിക്കുക. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഓൻ കരാട്ടമാശായതിപ്പോ നമ്മളെ കുറ്റല്ലല്ലോ. ഓന്റെ മുക്കലുണ്ടാ തോന്നുന്നു 50 കിലോന്റെ ചെമ്പാണ്. അതിൽ അറച്ച് സാധനമാണ്, സാമാനില്ലാത്ത ചെമ്പാപ്പ്. അതിന്റെ ഇടയിലെല്ലാം നമ്മളെ ദുൽഖർ സൽമാനൊക്കെ സ്റ്റാൻഡിലെത്തിട്ടോ. കണ്ടില്ല ഇവന്റെ ഒക്കെ സ്വഭാവം കണ്ടില്ലേ. സോപ്പ് കൈ കൊടുത്തിട്ട് അയിമ വരെ ലിപ് ലോക്ക് ചെയ്യണോന്. നമ്മളെ ഫീന് എത്തിക്കണ്. കണ്ടില്ല അവന്റെ തലയില് പയമ്പരിക്ക് ഡബ്ബർ ഇട്ട മറ്റേ സാധനം. നമ്മളെ കൂടെ വരാതെ പെണ്ണുങ്ങളോട് നോമ്പറുണ്ട് പറഞ്ഞ് പോയോനപ്പതി. കണ്ടില്ലോ അവന്റെ പപ്പടം വെച്ച് ചിരി. അന്താരാഷ്ട്ര ചർച്ചകളാണ് അവിടെ നടക്കണേ. ഷിയാബിന് കൈ കൊടുക്കാൻ ചെന്നപ്പോ തന്നെ ഓൻ ബേജാറായിരിക്കും. പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ ലവ് ലെറ്റർ നോക്കി നിൽക്കുക രണ്ടാൾക്കാർ. മാറിപ്പോ ഇത് കുറെ ഉണ്ടല്ലോ, അത് കിട്ടിയതല്ല, അതൊക്കെ കൊടുത്തതിന്റെ കണക്കാം. നോമ്പെടുക്കാൻ വന്നതാ പെണ്ണാണാൻ പോണ പോലെ. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. കുടുങ്ങിയത് നമ്മളെ പള്ളാപ്പുകാർക്ക് വരുന്നേ. ഞാനൊന്ന് കൈ കൊടുക്കാറുന്നപ്പോ എനിക്ക് ഇടത്തെ കൈ പറ്റൂല, വലത്തെ കൈ തന്നെ വേണമെന്ന്. ഏത് ചെങ്ങ എന്താ എല്ലാരും ഇന്നെ കാണുമ്പോ തലരിച്ചണേ. അമ്മയ്ക്കൂലല്ലേ നമ്മൾ പിടിച്ചൂലേ. ഞാൻ മുന്നിൽ നിൽക്കുമ്പോ തന്നെ എന്റെ പച്ചർച്ച ഇന്ന് നോക്കാണി. ഇന്നെ കണ്ട എല്ലാരും തലയും തീറ്റി. ബാക്ക് വന്ന് ആ ബാക്കന്റെ കുറെ തള്ളും തള്ളി. അപ്പൊ നോക്കുമ്പോ അവളെ നിന്ന് തള്ളി മറിച്ചു. ഞാനായിട്ട് കുറയ്ക്കേണ്ടല്ല, പോണ വാവാക്കനെ പുടിച്ചാണ്ട് വലിച്ചു. സിറാജ് ചെക്കന് ക്ലാസ് എടുത്ത് കൊടുക്കാണ്. ബാങ്ക് കൊടുത്ത അപ്പ തന്നെ ചാടിക്കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ നോമ്പറന്നു. അപ്പൊ നോക്കുമ്പോ അപ്പുറത്തുനിന്ന് ഒരു സൗണ്ട്. എന്തത് ഫിനുവിന്റെ ഒക്കെ തട്ട് കണ്ടത്തോനെ ഓനെ 1 മാസം പട്ടിണി കിട്ടായിരുന്നു. ഇവർക്ക് 3 കൂടെ ആയിട്ട് 4 ടേബിളാ. അപ്പുറത്ത് തീർന്നപ്പോ എന്റെ ജ്യൂസ് കൊടുത്ത് കുടിക്കാൻ വന്നിക്ക സവാദ്. ഞാൻ കൊടുക്കുവോ? ഞാൻ കൊടുത്തില്ല. സുബ്ഹാനല്ലാ, ആ കോഴി എങ്ങാനത് ആദ്യം അറിഞ്ഞിക്കാണെന്നെ ആത്മഹത്യ ചെയ്തി. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവനത്തിനത് ഇന്റെ കാലിന്റെ അടിയൊക്കെ നിൽക്കണേ. ഒരു കാര്യമുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് നമ്മളെ വെളിച്ചെണ്ണ ജസീലിന്റെ വരവ്. മക്കളെ ചെക്കനെ കൊണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ. കുറച്ചോനെ മുഖം കണ്ട പാവം തോന്നുമെങ്കിലും ഓനെ കയ്യിലിരിപ്പോ ഓനെ കെട്ടി തൂക്കണം. ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടൂലോ. എല്ലാരോടും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഇങ്ങോട്ട് തല തിരിക്കൂ. എടാ പാസിലും എന്താ അങ്ങോട്ട് തിരി. അപ്പൊ ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.